ഈശോ മിശിഹായെ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ ഉണ്ടായിരുന്ന ഇമ്മാക്കളുടെ തന്നെയാണ് ഈ ആഴ്ചയും കൂടെ ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ബഹുമാനോട് മാത്യു കരിപ്പാലച്ചൻ ഏതാനും എപ്പിസോഡിന് ശേഷമാണ് ഇനി വരുന്നത്. അതുവരെ എനിക്കറിയാം ഇമ്മാക്കളുടെയോ അല്ലെങ്കിൽ ജൊയാക്കിനോ ഒക്കെ ആയിരിക്കും കൂടെ ഉള്ളത്. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ വിഷയമാണല്ലോ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇപ്രാവശ്യത്തെ വിഷയത്തിന് കാരണം ഇമ്മാക്കുലയുടെ തന്നെയാണ്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഈ ഇമ്മാക്കുലയ്ക്ക് ഒരു പ്രത്യേക അനുഭവം, ഒരു ബോധ്യവും തീരുമാനമൊക്കെ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മുടെ ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഈ വീഡിയോയോട് ചേർത്ത് അത് കാണിക്കുന്നതായിരിക്കും. എന്തായിരുന്നു ഇമ്മാക്കുല ഇന്നലെ സംഭവിച്ച കാര്യം? ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ കുറെ സയൻസിന്റെ സ്റ്റോറീസ് കണ്ടു. വീഡിയോ അതായത് യൂട്യൂബിൽ കാണുമായിരുന്നു അല്ലേ? അപ്പം അവരൊക്കെ ഇങ്ങനെ ഏതൊക്കെ വിശുദ്ധരായിരുന്നു പ്രത്യേകിച്ച് ഇന്നലെ കണ്ടത്? ഇന്നലെ അമ്മ തെരേസ്യ, പിന്നെ പിന്നെ അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ നേരത്തെ കണ്ടുള്ളതാണ് അല്ലേ? പക്ഷെ ഇന്നലെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവരെ പോലെയൊക്കെ ഈശോയെ സ്നേഹിച്ച് വിശുദ്ധയാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ശക്തമായ ഒരു പ്രേരണ ഇന്നലെ ഉണ്ടായി. ഞാനത് ഇവരിങ്ങനെ വീഡിയോസ് ചെറുപ്പം തൊട്ട് തന്നെ ഇമ്മാക്കളുടെ 50 വയസ്സായി. ഇമ്മാക്കളോട് എനിക്കൊരു 4 വയസ്സൊക്കെ തൊട്ടപ്പോൾ തന്നെ അല്ലേ, 4-5 വയസ്സൊക്കെ തൊട്ട് തന്നെ വീഡിയോ കാണുന്നുണ്ട് അല്ലേ? കാണുന്നു തോന്നുന്നു. ഒരു വിശുദ്ധരൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു നമ്മൾ അതേസമയത്ത് വിശുദ്ധരുടെ ഓരോരോ കാര്യങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു അവരെപ്പോലെ വിശുദ്ധരാകാനുള്ളൊരു പ്രേരണയാണ് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് പറയുമായിരുന്നു. ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇവരെ സംബന്ധിച്ച് ഇവർ മറ്റ് വീഡിയോസൊന്നും കാണാറില്ല. ഇവരാകെ കാണുന്ന വീഡിയോ വിശുദ്ധ ബൈബിൾ സംബന്ധമായ അല്ലെങ്കിൽ വിശുദ്ധാത്മാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെയാണ്. അത് കാണുമ്പോൾ പോലും അതൊരു രസത്തിന് വേണ്ടി കാണുന്നതിനപ്പുറത്ത് അത് നമുക്കൊരു പ്രചോദനമായിട്ട് മാറണം എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ പല പല പ്രചോദനങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ഇന്നലെ അത് ഉച്ചകഴിഞ്ഞ് കാണുന്ന സമയത്ത് ഇമ്മാക്കളുടെയൊക്കെ ശക്തമായൊരു പ്രേരണ ഉണ്ടായി. ഒരു വിശുദ്ധിയായിരുന്നു, അവരെ വിശുദ്ധിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇമ്മാക്കളുടെ പോയി ജൊയാക്കിനോട് ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് ഒരുമിച്ച് തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങൾ. ഇവർ സഹോദരനും സഹോദരിയാണ് എന്നതിനപ്പുറത്ത് ഇവർ രണ്ടും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹിതരാണ്. ഭയങ്കര ഇവർ തമ്മിൽ അതുപോലെ കൂട്ടാണ്. ഇപ്പം ഇവർ നമ്മൾ കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, ഒരു കളി നടത്തിക്കൊണ്ട സമയത്ത് പെട്ടെന്ന് ഒരാൾ നമുക്ക് അടുത്തൊരു കളി കളിക്കാമെന്ന് പറയും. ഉടനെ കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ആൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ജോയാക്കിനാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഉടനെ ഇമ്മാക്കളുടെയും കളിച്ചുകൊണ്ടിരുന്ന കളി ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റേ കളിയെ സ്വീകരിച്ചിട്ട് ഉടനെ ഇവർ ആ കളിയിലേക്ക് പോകും. ഇന്നലെ അത് അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിൻ്റെ ബെൽറ്റ് ഉള്ളത് കൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നലെ ഇമ്മാക്കളോടൊന്ന് ജോയാക്കോട് പറഞ്ഞു നമുക്ക് വിശുദ്ധരാകണമെന്ന് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞ ഉടൻ തന്നെ ഇപ്പം ഇന്നലെ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മ, ദൈവമേ ഈ കുട്ടികളുള്ളിൽ ദൈവം എന്തോ ഒരു കൃപയും സ്നേഹവും നൽകി. കാരണം ഇമ്മാക്കളോടെ പറഞ്ഞ ഉടൻ തന്നെ ജോപ്പനും ഉടനെ തീരുമാനം എടുത്തു. എന്നാൽ അങ്ങനെ അദ്ദേഹം ഇന്നലെ ഒരു വൈകിട്ട് 6 മുതൽ 10 മണി വരെ സമയം വരെ ഇങ്ങനെ വിശുദ്ധരുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മാറി അത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റേ പെട്ടെന്ന് തന്നെ അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ ആ ഒരു സാഹോദര്യം വഴി ആ ഒരു നല്ല തീരുമാനങ്ങൾക്കും ഒരു യോജിപ്പുണ്ടായിരിക്കും ഞാൻ ഓർക്കുകയാണ്. ഞാനിതൊക്കെ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇന്നലെ ഈ കാര്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇമ്മാക്കുലയുടെ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇന്ന് കുർബാനയ്ക്ക് ഇന്നപ്പോൾ എനിക്ക് ശക്തമായ പ്രേരണ. നിങ്ങൾക്കറിയാം, എൻ്റെ ഉള്ളിലും അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വിശുദ്ധനാകണമെന്നുള്ള നല്ലൊരു ആഗ്രഹം പരിശുദ്ധാൽ വന്നിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇവരിത് പറഞ്ഞിട്ട് കുട്ടികളിത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ മുമ്പ് വന്നതിനേക്കാളും ഇന്ന് കുർബാനയ്ക്കുന്നപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രേരണ, ഒന്നുകൂടി ഉണർവോടുകൂടി എവിടെയൊക്കെയാണ് വീഴ്ച വന്നിട്ടുള്ളതൊക്കെ പരിഹരിച്ച് ഒന്നുകൂടി ഉണർവോടുകൂടി വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ശ്രമിക്കണം, വിശുദ്ധനാകാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ള ഒരു പ്രേരണ ഉണ്ടായി. അപ്പം നോക്കൂ, ആ വിശുദ്ധാത്മാക്കളുടെ ജീവചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരാൾ വിശുദ്ധനായി കഴിയുമ്പോൾ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മ തെരേസ്യ വിശുദ്ധയായത്. അമ്മത്തിൻ്റെ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഉടനെ ഉമ്മക്കുട്ടിക്ക് വിശുദ്ധനാഗ്രഹം ഉണ്ടാകുന്നു, ഉടനെ ജോയാക്കിന് എൻ്റെ താല്പര്യം ഉണ്ടാകുന്നു. നിങ്ങളുടെ അനുഭവം കഴിയുമ്പോൾ എനിക്കങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇട്ട് കഴിയുമ്പോൾ കേൾക്കുന്ന പലർക്കും ആ ശക്തമായ പ്രേരണ ഉണ്ടാകും. ഇതിനെല്ലാം കാരണം എന്താണ്?
അമ്മ ത്രേസ്യ എന്നുള്ള വിശുദ്ധ ഒരു വിശുദ്ധ ജീവിതം തീഷ്ണമായി നയിച്ചതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ വിശുദ്ധ അൽഫോൻസാമ്മ ജനിച്ച ആ സ്ഥലത്തെ പള്ളിയിൽ പോയില്ലേ, കുടമാണൂർ പള്ളിയിൽ. പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മാർട്ടിൻ എന്ന് പറയുന്ന നമ്മുടെ ആ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, നോക്കൂ ഒരാൾ വിശുദ്ധി ആയതുകൊണ്ട് എന്തെല്ലാം ഭരണങ്ങാനത്ത് വലിയ കെട്ടിടങ്ങൾ ആളുകൾ ഓടിക്കൂടുന്നു, കുടമാളൂരിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വിശുദ്ധിയുടെ ശക്തി എത്രയോ വലുതാണെന്ന് ഞാൻ മാർട്ടിനോട് പറയുമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്തും ഇത്രയൊക്കെ പറഞ്ഞത് ആ വിശുദ്ധിയുടെ മാഹാത്മ്യം എത്രയോ വലുതാണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഒന്നായിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം എടുത്തു വന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത് പറയുന്ന എനിക്കും ഇമ്മാക്കളുടെയും ജോയക്കിനും ഒക്കെയും ഈ വിശുദ്ധിയുടെ ശക്തി എന്തുമാത്രം വലുതാണ്, എന്തുമാത്രം പേരെ അത് സ്വാധീനിക്കും. ഇപ്പോൾ ഞാനും വൈഫും കൂടെ പിന്നീട് പറയുമായിരുന്നു, ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പോകുന്ന ഇടങ്ങളിലെല്ലാം, ഇവർ സ്കൂളിൽ പോയാലും എവിടെയെല്ലാം പോയാലും ആരോട് സംസാരിച്ചാലും ഇവരുടെ ഉള്ളിലെ മുഖ്യ വിഷയം ഈശോയും വിശുദ്ധിയുമായിരിക്കുന്നത് കൊണ്ട് ഇവരെല്ലാവരിലേക്കും ഇത് പടർത്തും. കോവിഡ് പോലുള്ള അസുഖങ്ങളില്ല, കോവിഡ് പോലെ അസുഖം വന്നു കഴിഞ്ഞാൽ എന്തോരം പേരിലേക്ക് പടർന്നു ആൾക്കാർ മരിച്ചുപോയി. വിശുദ്ധി ഒരു ജീവൻ കൊടുക്കുന്നതാണ്. അത് ഈ കോവിഡിനേക്കാൾ ശക്തമാണ്. അതിങ്ങനെ പോയി അനേകരിലേക്ക് എന്തൊരു രസമായിരിക്കും. അനേകം പേർക്ക് വിശുദ്ധിയുടെ താല്പര്യമുണ്ടാകുന്നു, വിശുദ്ധരാകാൻ താല്പര്യമുണ്ടാകുന്നു. അങ്ങനെ ഇവർക്കങ്ങനെ ഉണ്ടാകണം, ഇവരുമായി ബന്ധപ്പെട്ട സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാകണം. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രിയപ്പെട്ടവരെ എല്ലാ മാസവും ഞങ്ങൾ ഓരോ ഓൺലൈൻ ധ്യാനം നടത്തുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ധ്യാനം അൽമായർ എന്ന വിഷയം ബന്ധപ്പെട്ടാണ്. ഈ ഒരു പുസ്തകം സഭ അൽമായർ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഒരു ധ്യാനമാണ്. ഈ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അൽമായർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൽമായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പലർക്ക് സംശയം കാണും. കത്തോലിക്കാ സഭയിലെ വൈദികരല്ലേ, മെത്രാന്മാർ, സിസ്റ്റേഴ്സ് ഇവരൊഴിച്ചുള്ള സഭയിലെ എല്ലാ വിശ്വാസികളെയുമാണ് അൽമായർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തോലിക്കാ സഭയിലെ 99% പേര് അൽമായരാണ്. നമ്മളെല്ലാം അൽമായരാണ്. ഒരു ഫോട്ടോ ഇല്ലേ? അതെ, ഇതൊരു ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോയിലകത്ത് ഒത്തിരിയേറെ പേരുടെ ഒരു ഗ്രൂപ്പാണ് ഫോട്ടോ. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് വെള്ള എല്ലാം കാണാമല്ലോ. അതായത് കത്തോലിക്കാ സഭയിലുള്ള എല്ലാ വിശ്വാസികളെയുമാണ് ഈ ഫോട്ടോ സൂചിപ്പിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും ആരാണ്? അൽമായരാണ്. ഈ ബ്ലാക്ക് എല്ലാം അൽമായരാണ്. ഇയാളെ ചുരുക്കില്ല. അപ്പോൾ 1, 2, 3, 4, 5 ഇവിടെ 100 കണക്കിന് പേര് അൽമായരെ കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 4-5 പേരേ ഉള്ളൂ അച്ഛന്മാരും മെത്രാന്മാരുമായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഉദ്ദേശിക്കുന്നത് കത്തോലിക്കാ സഭയിലെ ഭൂരിഭാഗം പേര് അൽമായരാണ്. അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ആയിട്ട് കുറച്ചുപേരേ ഉള്ളൂ. അപ്പോൾ ആളുകൾ പലരും വിചാരിക്കുന്നത് വിശുദ്ധരാകേണ്ടത് അച്ഛന്മാരും മെത്രാന്മാരുമാണ്, അല്ലെങ്കിൽ അച്ഛന്മാരും മെത്രാന്മാരും സിസ്റ്റേഴ്സും ഒക്കെ വിശുദ്ധരാകേണ്ടത്. അല്ല, അവർ മോശമായി കഴിഞ്ഞാൽ സഭ മോശമായി പോകും. അങ്ങനെയല്ല, കത്തോലിക്കാ സഭയിലെ ബഹുഭൂരിപക്ഷം പേരും അൽമായരായിരിക്കുന്നത് കൊണ്ട് അവർ വിശുദ്ധരാകണം. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരല്ല. അതുകൊണ്ട് അച്ഛന്മാരും മെത്രാന്മാരും സിസ്റ്റേഴ്സ് വിശുദ്ധരായാൽ മതി, ഞങ്ങൾ വിശുദ്ധരാകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അൽമാർ വിചാരിക്കരുത്. അങ്ങനെ ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ മാറ്റി അൽമായർക്ക് വിശുദ്ധരാകാൻ വേണ്ടി പറ്റും, വിശുദ്ധരാകണം, അതുപോലെ അവരും പ്രേക്ഷിതരാകണം എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു നല്ല അഭിഷേകപൂരിതമായ ധ്യാനമാണ് ഈ ജൂൺ മാസം 15 മുതൽ 27 വരെ നടക്കുന്നത്. ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇമ്മാക്കളോട് പറയുന്ന, ഇപ്പോൾ മോള് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്താൽ മതി. ആ നമ്പർ എന്ന് പറഞ്ഞ മോളെ 811186000062. നിങ്ങൾ പറയാം 8111 811 860062. അപ്പോൾ ഈ നമ്പർ വാട്സപ്പ് ഉണ്ട്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. എന്നിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുമെന്ന് പറയുക. നിങ്ങൾക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ ദിവസവും രാവിലെ 15-ാം തീയതി മുതൽ 27 വരെ, ജൂൺ 15 മുതൽ 27 വരെ എല്ലാ ദിവസവും രാവിലെ 8:15 മുതൽ 9:15 വരെയും വൈകുന്നേരം 6:45 മുതൽ 7:45 വരെയുമാണ് ശുശ്രൂഷ. രാവിലെയും വൈകിട്ടും ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ജപമാല പ്രാർത്ഥനയുണ്ട്. രാവിലെയും വൈകിട്ടും ഒരേ ക്ലാസ്സുകൾ തന്നെയാണ്, ഒരേ ശുശ്രൂഷ തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇരു സമയങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് പങ്കെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുമ്പ് പറഞ്ഞ ആ ഫോൺ നമ്പറിൽ ഫോൺ വിളിക്കണം നിർബന്ധമില്ല, അതിൻ്റെ വാട്സപ്പ് ഉണ്ട്. ആ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ഞാനും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന അറിയിച്ചാൽ മതിയാവും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശുദ്ധരാകാനുള്ള നല്ല തീരുമാനങ്ങളും അതിനുള്ള വഴികളുമൊക്കെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു നല്ല തീരുമാനങ്ങൾക്കും ഒക്കെ
ഒരു പ്രേരണയായി തീർന്ന ഇമ്മാക്കുലയുടെയും ജോയാക്കിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞുങ്ങൾ നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. ഈ തീരുമാനങ്ങൾ നടപ്പിലാകാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. ഈശോ എല്ലാ സമയത്തും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. Hallelujah.